ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഒരു ബോട്ടിലാട്ടാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഇതേപോലൊരു നല്ലൊരു വീതിയുള്ളൊരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ ഒരു ഹോം മെയ്ഡ് ജെസ്സോ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കുറച്ച് ബേബി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ബേബി പൗഡറിലേക്ക് ഫെവിക്കോള്, വൈറ്റ് അക്രൈലിക് പെയിൻറ്റ്, കുറച്ച് വെള്ളം, അങ്ങനെ ഇന്ന പ്രൊപ്പോർഷനൊന്നുമില്ല. ഞാൻ ഈ ബോട്ടിൽ കവർ ചെയ്യാൻ പാകത്തിനുള്ള അത്രയ്ക്ക് ക്വാണ്ടിറ്റിയിലാണ് ഞാനിത് ചെയ്തെടുത്തിരിക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് സ്പോഞ്ച് ഉപയോഗിച്ച് 2 കോട്ട് ബേസ് കോട്ട് അടിച്ചു കൊടുക്കുന്നുണ്ട്. ആദ്യത്തെ ഒരു കോട്ട് ഉണങ്ങിയതിന് ശേഷം രണ്ടാമതും വീണ്ടും അടിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഫുള്ള് ഇത് ഡ്രൈ ആയി കഴിഞ്ഞു. അങ്ങനെ ഇതിപ്പോൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കില്ല. എന്നിട്ട് ഇതിലേക്ക് ഫെവിക്രൈലിൻ്റെ മൗൾഡിറ്റാണ് എടുത്തിരിക്കുന്നത്. 20 രൂപയാണിത് കടയിലെ പ്രൈസ്. ഇത് 2 ക്വാണ്ടിറ്റി ഉണ്ടാവും. ഈ 2 ക്വാണ്ടിറ്റി ഒരേ പ്രൊപ്പോർഷനിൽ ഒരേ അളവിലെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ കുപ്പി എന്ന് പറയുന്നത് ഒരു ഭാഗം നല്ല കറിവുള്ളതും മറ്റേ ഭാഗം ഒന്ന് ചെറുതായിട്ട് പരന്നതുമാണ്. ആ പരന്നതായിട്ടുള്ള പ്രതലത്തിലാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ ഒരു മരമാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ മരത്തിൻ്റെ ചിത്രങ്ങളൊക്കെ ഉണ്ടാവും. അതേപോലെ നമുക്കിതിൽ ട്രേസ് ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് ഇതിലേക്ക് വരച്ചെടുക്കാവുന്നതാണ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഇതിലേക്ക് പെൻസിൽ കൊണ്ട് ആദ്യം തന്നെ മരത്തിൻ്റെ ചിത്രം വരച്ചിട്ട് ഇതേപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഞാൻ അപ്പം അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. നേരിട്ടിട്ട് തന്നെ നമ്മളിവിടെ ഫാബ്രിക് ഗ്ലൂ ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ ഫാബ്രിക് ഗ്ലൂ ഇല്ലെങ്കിൽ ഫെവിക്കോൾ ആയാലും മതി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ പശ തേച്ചിട്ട് ഈ മൗൾഡിറ്റ് ഇങ്ങനെ നീളത്തിൽ ചുരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ മടക്കിയെടുത്തിട്ട്, അതായത് ഇങ്ങനെ നീളത്തിൽ ചുരുട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ തടി, അതായത് മരത്തിൻ്റെ തടി ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ നീളത്തിൽ ഇങ്ങനെ മടക്കിയിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നത്. ചുരുട്ടിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ ഒരു 3D എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. ഇത് ഈസിയാണ്. ചെയ്ത് വരുമ്പോൾ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ചിത്രങ്ങളൊക്കെ വരച്ചിട്ട്, അതായത് പെൻസിൽ കൊണ്ട് വരച്ചിട്ട് ചെയ്യുക ഒന്നുകൂടി ഈസി ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്കൊരു മൈൻഡിലൊരു ചിത്രം ഉണ്ടെങ്കിൽ അതേപോലെ ചെയ്തെടുക്കാവുന്നത് തന്നെയുള്ളൂ. അങ്ങനെ ഫുള്ള് ഇതേപോലെ ബ്രാഞ്ചും ഇതിൻ്റെ തടികളും ഒക്കെ ഇതേപോലെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മളിത് ഒട്ടിച്ചെടുക്കാണ്ട് ഒന്ന് വളഞ്ഞിട്ടൊക്കെ ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടിയും ഒരു ഒറിജിനാലിറ്റി ഫീൽ ചെയ്യും. എന്നിട്ട് ഞാനിവിടെ ഒരു താക്കോലാണ് എടുത്തിരിക്കുന്നത്. എനിക്ക് അപ്പോൾ ആ കയ്യിൽ കിട്ടിയത്, അല്ലെങ്കിൽ ഒരു കത്തിയോ അങ്ങനെ എന്തെങ്കിലും മതി കേട്ടോ. താക്കോലുകൊണ്ട് ഇങ്ങനെ കുത്തി കൊടുക്കുകയാണ്. സ്മൂത്ത് ആയിരിക്കില്ലല്ലോ എപ്പോഴും, ഇങ്ങനെ മരത്തിൻ്റെ തടിയൊന്നും ഇങ്ങനെ സ്മൂത്ത് ആയിരിക്കില്ല. അപ്പോൾ ആ ഒരു റഫ്നെസ്സിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ കുത്തി കൊടുക്കുകയാണ്. പിന്നെ അല്ലെങ്കിൽ നമ്മുടെ സൂചിയിൽ തുന്നണ സൂചിയോ അല്ലെങ്കിൽ നമ്മുടെ സാരി പിന്നൊക്കെ ഇല്ലേ, അങ്ങനത്തെ സൂചി കൊണ്ട് നീഡിലുകൊണ്ട് നമ്മളിങ്ങനെ കുത്തി കൊടുത്താലേ മതി. എന്നിട്ട് ഞാനിവിടെ ഇലയാണ് ഇനി അടുത്തത് ചെയ്യുന്നത്. ഇലയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതേപോലെ കുറച്ച് ഇങ്ങനെ പീസ് മൗൾഡിറ്റ് തന്നെ ഇതേപോലെ പരത്തിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഫെവിക്കോൾ കൊണ്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇത് ഉണങ്ങാൻ നിൽക്കരുത്. ഇതിങ്ങനെ ഫുള്ളും ഇതേപോലെ പെട്ടെന്ന് തന്നെ ഒട്ടിച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് ഇതേപോലെ ഒരു നീഡിലെടുത്തിട്ട്, ഞാനിവിടെ നമ്മുടെ സാരി പിന്നാണ് എടുത്തിരിക്കുന്നത്. ഈ പിന്നോണ്ടോ അല്ലെങ്കിൽ മുട്ടുസൂചിയോ അല്ലെങ്കിൽ നമ്മൾ തുന്നണ സൂചിയോ, ഏത് സൂചി ആയാലും വേണ്ടില്ല, അതുകൊണ്ട്, അല്ലെങ്കിൽ കത്തി ആയാലും മതി കേട്ടോ. കത്തിയുടെ നല്ല മുനമ്പുള്ള കത്തി ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഇതേപോലെ വെറുതെ ഇങ്ങനെ കുത്തി കൊടുക്കുക. പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല. ഒരു ഇങ്ങനെ കുഞ്ഞു ഇലകളാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. വലിയ നമ്മളെ ആലില പോലത്തെ ഇലകളല്ല, നല്ല കുഞ്ഞു ഇലകളുള്ള മരങ്ങളുണ്ടാവില്ലേ, അങ്ങനത്തെ ഒരു ട്രീ ആണ്. അപ്പോൾ ഇത് ഈസി ആയിട്ട് നമുക്ക് മരം ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വഴിയാണ് കേട്ടോ ഇത്. അല്ലെങ്കിൽ നമ്മൾ ഇലയുടെ ഷേപ്പിലൊക്കെ മൗൾഡിറ്റ് ഇങ്ങനെ ഷേപ്പിൽ ഉണ്ടാക്കിയിട്ട് അത് ഒട്ടിച്ച് വരുമ്പോൾ ഭയങ്കര ടൈം എടുക്കും. ഇതാവുമ്പോൾ പെട്ടെന്ന് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് മരത്തിൻ്റെ തടിയായോ ഇലകളായാലും ഇങ്ങനെ കുത്തി കൊടുക്കുക. എന്നിട്ട് കറക്റ്റ് റൗണ്ട് ഷേപ്പിലൊന്നും നമ്മളിങ്ങനെ ഒട്ടിക്കരുത് കേട്ടോ. കുറച്ചൊക്കെ ഒന്ന് ഷേപ്പൊക്കെ പല ഷേപ്പിൽ ഇങ്ങനെ പരത്തിയിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. പിന്നെ കുറച്ച് ക്വാണ്ടിറ്റി ഇതേപോലെ ഫെവിക്കോൾ വെച്ചിട്ട് ഈ സൂചിയിൽ തന്നെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ആയിട്ട് നിൽക്കുന്ന രീതിയിൽ, അങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്ന രീതിയിൽ ഫുള്ള് ഇതേപോലെ ചെയ്തതിന് ശേഷം മാത്രം, ഇത് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ചെയ്യണം കേട്ടോ. ഇത് പെട്ടെന്ന് തന്നെ ഉണങ്ങും. ഒരു 10, 15, 20 മിനിറ്റുള്ള എന്തായാലും ഇത് നന്നായിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഉണങ്ങി കിട്ടും. അപ്പം അതിന് മുന്നേ തന്നെ ഇത് ചെയ്തെടുക്കണം. ഇലകൾ ഫുള്ള് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം പിന്നെ ഞാനിതിൽ മയിലാണ് ചെയ്യുന്നത്. 2 മയിലുണ്ട് ഞാൻ ചെയ്യുന്നുണ്ട്. ഒരു വെള്ള മയിലും ഒരു നീല മയിലും.
അപ്പോൾ ഈ മയിലിൻ്റെ ബോഡി മാത്രമേ ഞാൻ ഇതിൽ ചെയ്യുന്നുള്ളൂ. ഫെദർ ഞാൻ വേറൊരു ടെക്നിക്കാണ് ഞാൻ ആദ്യമായിട്ട് ചെയ്ത് നോക്കുകയാണ്, നമുക്ക് വിജയിക്കുമോ എന്നറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇഷ്ടമാവുമെന്ന് വിചാരിക്കണം. അപ്പോൾ ഈ വീഡിയോൻ്റെ അവസാനം വരെ കാണുക നിങ്ങൾ. മയിലിൻ്റെ ഫെദർ ചെയ്യുന്ന ഒരു പുതിയ ടെക്നിക്കാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതേപോലെ ഒരു ബോഡി ഒട്ടിച്ചെടുക്കുകയാണ്. അതിൻ്റെ 2 മയിൽ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്ന രീതിയിൽ. നിങ്ങൾക്ക് മയിലില്ലെങ്കിൽ വേറെ ഏത് ക്രീച്ചേഴ്സ് വേണമെങ്കിലും നിങ്ങൾക്കിതിൽ ഉൾപ്പെടുത്താം. ഞാൻ ഇവിടെ മയിലാണ്, എനിക്കൊരു ആഗ്രഹമായിരുന്നു ഒരു മയിൽ ചെയ്യണം എന്നുള്ളത്. ഒരു മരവും മയിലൊക്കെ ഇങ്ങനെ മൗട്ടിച്ച് വെച്ച് ചെയ്യണം എന്നുള്ള പൊക്ക കൂടി ഒരു ബോട്ടിൽ, ഒരു പരന്ന ബോട്ടിൽ, അതിന് പറ്റിയൊരു ബോട്ടിൽ കിട്ടിയപ്പോൾ അങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഞാൻ അത്രയ്ക്കധികം പെർഫെക്ഷനൊന്നും ആയിട്ടില്ല മയിലിനെ ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നാലും എനിക്ക് പറ്റുന്ന പോലെ ഞാൻ മയിലിനെ ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഇത് നന്നായിട്ട് ഡ്രൈ ആക്കാൻ വെക്കുകയാണ്. അങ്ങനെ ഫുള്ള് ഡ്രൈ ആയിട്ടുണ്ട്. ഇത് ഒട്ടിപ്പിടിക്കണമെന്നില്ല. എന്നിട്ട് ഞാനിത് പെയിൻ്റ് അടിക്കാൻ പോകുന്നത്. പെയിൻറ്റിങ് ആണ് ഇവിടെ ഞാൻ കുറച്ച് ഡീറ്റെയിൽഡായിട്ട് അധികം കാണിക്കുന്നില്ല. 2 മണിക്കൂറിൻ്റെ വീഡിയോ ആണ്. ഞാനതൊരു 18 മിനിറ്റിൻ്റെ ഉള്ളിലാക്കി എടുത്തിരിക്കുന്നത്. ആദ്യം തന്നെ ഒരു മഞ്ഞ കളറ് അടിച്ചു. അത് കഴിഞ്ഞിട്ട് ഒരു ഓറഞ്ച് കളറ് അതിൻ്റെ ഒരു സൈഡിൽ നിന്ന് മാത്രം മറ്റേ സൈഡിലേക്ക് കണ്ടില്ലേ. ഇപ്പോൾ ഇതിൻ്റെ ഇടത് സൈഡിലേക്ക് ഓറഞ്ച് കുറവാണ്, മഞ്ഞ ഷെയ്ഡ് ഉണ്ട്. ഇതിന് മുന്നത്തെ വീഡിയോയിലുണ്ട് ഞാൻ പെയിൻറ്റിങ് പഠിക്കാതെ ഷെയ്ഡിങ് പ്രാക്ടീസ് ചെയ്തിട്ട് പഠിച്ചിട്ടുള്ളതാണ്. അത്രയ്ക്ക് അറിവേ എനിക്കുള്ളൂ. അപ്പോൾ ഇതിൽ നല്ല പെയിൻറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഇത് കാണുന്നുണ്ടെങ്കിൽ കുറേ തെറ്റുകൾ ഇതിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ എനിക്കറിയാവുന്ന പോലെ ഞാൻ ചെയ്യുകയാണ്. ആദ്യം തന്നെ മഞ്ഞടിച്ചു, പിന്നെ ഓറഞ്ച് അടിച്ചു, പിന്നെ ബ്രൗൺ കളർ കൊണ്ട് നമ്മളിപ്പോൾ മൗൾഡിച്ചുകൊണ്ട് ചെയ്തിട്ടില്ലേ, അതിൻ്റെയൊക്കെ ഒരു ഔട്ട്ലൈൻ പോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അതായത് നമ്മളിങ്ങനെ നീളത്തിൽ ചുരുട്ടി വെച്ച് അങ്ങനെ ഉണ്ടാക്കിയിട്ടില്ലേ, അതിൻ്റെ ഔട്ട്ലൈനായിട്ട് ഇങ്ങനെ കൊടുത്തു. പിന്നെ വലത് സൈഡിലേക്കും അങ്ങനെ ഷെയ്ഡിങ് കൊടുത്തു. ബ്ലാക്ക് കളർ എടുത്തിട്ട് ഇതേപോലെ വീണ്ടും ഇങ്ങനെ ഷെയ്ഡിങ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് നിങ്ങൾക്ക്. പിന്നെ ഈ മരത്തിലൊക്കെ ഒരു പൊത്തുണ്ടാവില്ലേ, ആ പൊത്തൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതേപോലെ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങൾ മൗൾഡിറ്റുകൊണ്ട് ചെയ്യുമ്പോൾ തന്നെ അതൊക്കെ ഉൾപ്പെടുത്തണം എന്നാണ് പറയുന്നത്. ഒരു മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും നമ്മൾ ഒബ്സർവ് ചെയ്തിട്ട് ചെയ്യുക. എനിക്കിപ്പോൾ അത്രയ്ക്ക് പെർഫെക്ഷനിൽ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും എനിക്ക് പറ്റുന്ന രീതിയിൽ ഞാൻ ഒബ്സർവ് ചെയ്തിട്ട് ഞാനിത് കംപ്ലീറ്റ് ആക്കാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അങ്ങനെ ബ്ലാക്കും കൂടി അടിച്ചതിന് ശേഷം മഞ്ഞ കൊണ്ട് ഒന്നും കൂടി ഷെയ്ഡിങ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. പിന്നെ അതിനുശേഷം വെള്ള പെയിൻ്റ് എടുത്തിട്ട് അക്രൈലിക് പെയിൻറ്റ് തന്നെയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഒന്നുകൂടി ടച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ഫുള്ളും മരത്തിൻ്റെ തടി ഫുള്ള് ചെയ്തെടുത്തു. ഇനി ഇലയാണ്. അത് ആദ്യം തന്നെ ഫുള്ള് മഞ്ഞ പെയിൻ്റ് അടിച്ചത്. ഈ കളർ മഞ്ഞയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്, ഗോൾഡൻ യെല്ലോ അല്ല. ഈ കളർ മഞ്ഞ ആദ്യം തന്നെ കൊടുത്തിട്ട് പിന്നെ പച്ച, നമ്മുടെ സാധാരണ പച്ച കളറ്, ഗ്രീൻ കളറ് അതിൻ്റെ മുകളിൽ ഇതേപോലെ ഇങ്ങനെ കുത്തി കൊടുത്തു. ഫുള്ളായിട്ട് അടിക്കുന്നില്ല, കുറച്ച് ഭാഗം ഇതേപോലെ വിട്ട് അതായത് ഉള്ളിലേക്ക് നിൽക്കുന്ന ഭാഗം മുകളിലേക്ക് ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ തറ്റത്തേക്ക് വരുംതോറും മഞ്ഞ കാണുന്ന രീതിയിൽ ഇതേപോലെ അടിച്ചു കൊടുത്താണ്. അത് കഴിഞ്ഞിട്ട് നീല പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. ഈ നീല പെയിൻറ്റ് ഇതേപോലെ പച്ചയുടെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ്. അതായത് ഒരു ഷെയ്ഡിങ് എന്ന രീതിയിലേ കാണിക്കുന്നുള്ളൂ. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അതേപോലെ ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ വലിയ കാര്യത്തിൽ ഷെയ്ഡിങ് ഒന്നും ചെയ്യണില്ല. എനിക്കിങ്ങനെ പറ്റുന്ന രീതിയിൽ, അറിയാവുന്ന രീതിയിൽ ഇതേപോലെ മഞ്ഞ, പച്ച, നീല ഈ 3 കളറാണ് ഞാനിതിൽ ഉപയോഗിച്ചിട്ടുള്ളൂ മരത്തിൻ്റെ ഇലകൾക്ക് വേണ്ടിയിട്ട് ഷെയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞിട്ട് വെള്ള പെയിൻറ്റ് എടുക്കുക. അക്രൈലിക് കളറാണ് കേട്ടോ. അത് ഞാനിവിടെ ഒരു പൂക്കളുടെ ഒരു ഇത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വെള്ള കളർ കൊണ്ട് കൊടുത്തിരിക്കുന്നത്. ഈ വെള്ള കളർ ഇങ്ങനെ അവിടെ ഇടുക്കിയായിട്ട് ഇങ്ങനെ ബ്രഷ് കൊണ്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക. വല്ലാണ്ട് അധികം ക്വാണ്ടിറ്റിയിൽ എടുക്കരുത്, അപ്പോൾ ആ പെയിൻ്റ് അവിടെ കട്ട പിടിച്ചിരിക്കും. അപ്പം നമുക്ക് നമ്മുടെ ഇലയുടെ ആ ഡെഫിനേഷനൊന്നും കിട്ടില്ല. അപ്പം അങ്ങനെ ഫുള്ള് പൂക്കളും ചെയ്ത് കഴിഞ്ഞു. പൂക്കൾ പറയുമ്പോൾ വെള്ള നമ്മൾ അധികം ഡീറ്റെയിലിങ് കൊടുക്കുന്നില്ല, അങ്ങനെ കൊടുത്തു കഴിഞ്ഞു.
അത് കഴിഞ്ഞിട്ട് നമ്മൾ മയിലിന് 2 മയിലിനും പെയിൻ്റ് അടിക്കുകയാണ്. ഒന്ന് നീല മയിലും വെള്ള മയിലാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ നീല ഇതേപോലെ അടിച്ചു കൊടുത്തു. അപ്പോൾ അതിന് ഷെയ്ഡിങ്ങൊക്കെ ഉണ്ട് കേട്ടോ. ഞാനത് അധികം സ്കിപ്പ് ചെയ്ത് കാണിക്കുകയാണ്. അധികം അതിനെങ്കിൽ നിങ്ങൾ തന്നെ ഇതൊക്കെ സ്കിപ്പ് ചെയ്ത് കളഞ്ഞ അവസാനം വരെ കാണുള്ളൂ. അപ്പോൾ ഇത് അറിയാത്തവർക്കാണ് കേട്ടോ. ഇങ്ങനെ അറിയുന്നവരൊക്കെ ഇത് സ്കിപ്പ് ചെയ്ത് കണ്ടോളൂ. അത് കഴിഞ്ഞിട്ട് നമ്മൾ മയിലിനും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ബാക്ക്ഗ്രൗണ്ട് കൊടുക്കാത്തത് മരത്തിൻ്റെ കഴിഞ്ഞിട്ട് അതിനോട് ചേരുന്ന രീതിയിലാണ് നമ്മൾ മെയിനായിട്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്. ഞാനിവിടെ മരവും മയിലൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം അതിനോട് ഇണങ്ങുന്ന കളേഴ്സ് ബാക്ക്ഗ്രൗണ്ട് കൊടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ഇതിപ്പോൾ ഡാർക്ക് കളറ് ആണ് നമ്മുടെ മരത്തിനും ഒക്കെ ഉള്ളത്. അപ്പോൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ലൈറ്റ് ആയാലേ നമ്മുടെ ചെയ്ത വർക്ക് ഉദിച്ച് നിൽക്കുള്ളൂ. ഒരു 3D എഫക്റ്റ് കിട്ടാൻ അതാണ് ഏറ്റവും നല്ലത്. അപ്പം ഞാനിവിടെ ഒരു വെള്ള മിക്സ് ചെയ്തിട്ടാണ് മരത്തിന് ചുറ്റോറും ഷെയ്ഡിങ് കൊടുക്കുന്നത്. പിന്നെ നീല മിക്സ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പച്ച, നമ്മുടെ മരത്തിന് അടിച്ചില്ലേ പച്ച, സാധാരണ നമ്മുടെ ഗ്രീൻ കളർ ഇതേപോലെ ഷെയ്ഡിങ് കൊടുക്കുന്നതാണ്. അപ്പോൾ ഈ പെയിൻറ്റ് ഉണങ്ങുന്നതിന് മുന്നേ തന്നെ ഇതേപോലെ ഷെയ്ഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അങ്ങനെ ഫുള്ളും ചെയ്തതിന് ശേഷം പച്ചയും കൂടി ഇതേപോലെ അടിച്ചു കൊടുക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നീല കളറ്, നല്ല ബ്രൈറ്റ് നീല വേണം, നീല കളർ ആണ് കേട്ടോ. നല്ല കടും നീലല്ലേ, കടും നീല കളറ്. അടിയിൽ പുല്ല് അങ്ങനത്തെ ഉള്ളതല്ലേ, പുല്ലും അങ്ങനത്തെ ഉള്ളതാണ് കൊടുക്കുന്നത് മരത്തിൻ്റെ ചോട്ടിൽ. മുകളിൽ ഇതേപോലെയാണ് പെയിൻറ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ഒന്ന് നീല കൊടുക്കുക. പിന്നെ ഒരു കുറച്ച് ബ്ലൂ കളറും കുറച്ച് ഗ്രീൻ കളറും കൂടി മിക്സ് ചെയ്താൽ ഈ ഒരു തരത്തിലുള്ളൊരു കളർ കിട്ടും. ആ കളറുകൊണ്ട് ഞാൻ ഇതേപോലെ വള്ളികൾ ചെയ്തെടുക്കണം. ഒരു മരത്തിൻ്റെ മുകളിൽ നിന്ന് വള്ളികൾ തൂങ്ങിക്കിടക്കില്ലേ, അങ്ങനെ ഒരു രീതിയിൽ ചെയ്തെടുക്കുകയാണ്. ഒരു വൈറ്റും ഇത് കൊടുത്തിട്ട് നമ്മൾ വള്ളികൾ ഇതേപോലെ നീല പെയിൻറ്റ് കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുകയാണ്. അടിയിൽ പുല്ലുകളാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നീല പെയിൻറ്റ് കൊണ്ട് ഇതേപോലെ പുല്ലുകൾ ഇങ്ങനെ വെറുതെ വരച്ചു കൊടുക്കുകയാണ്. വലിയ പെർഫെക്ഷനിലൊന്നും വരയ്ക്കേണ്ട, ജസ്റ്റ് ഒന്ന് ഇതേപോലെ വരച്ചു കൊടുക്കുക. എന്നിട്ട് ഗ്രീൻ കളർ കൊണ്ട് ഇങ്ങനെ അതിൻ്റെ സൈഡിൽ കൂടെ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് മഞ്ഞ കളർ കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് വെള്ള കളർ കൊണ്ട് ഇതിങ്ങനെ വരച്ചു കൊടുത്തതിന് ശേഷം അകലെന്ന് കാണുന്ന ട്രീകൾ, അതായത് അകലെന്ന് കാണുന്ന വല്ല മരങ്ങളോ അല്ലെങ്കിൽ വല്ല കുഞ്ഞിയ മരങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതൊക്കെ ഇതേപോലെ കുറച്ച് നീല കളറും കുറച്ച് പച്ച കളറും ബ്ലൂവും ഗ്രീനും കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലത്തെ ഒരു കളർ നമുക്ക് കിട്ടും. ഇതിലാണ് ഇതേപോലെ കളർ ഉണ്ടാക്കിയിട്ട് അത് ഇതേപോലെ അകലത്തെ മരം കാണാൻ വേണ്ടിയിട്ട് അടിച്ചു കൊടുക്കുകയാണ്. ഇടയ്ക്കൊക്കെ നീല കൊണ്ടും അടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഞാൻ ഇങ്ങനെയാണ് ബാക്ക്ഗ്രൗണ്ട് ചെയ്തത്. അത് നിങ്ങൾക്ക് ഇങ്ങനെയാണ് കാണിച്ചു തരുന്നുള്ളൂ. സ്കിപ്പ് ചെയ്തിട്ടാണ് കാണിക്കുന്നത്. പറഞ്ഞില്ലേ 2 മണിക്കൂറത്തെ വീഡിയോ ആണ്. 2 മണിക്കൂർ ഉണ്ട് ഇത് ഷൂട്ട് ചെയ്തിട്ട് വീഡിയോ ഒക്കെ സോർട്ട് ചെയ്ത് വന്നപ്പോൾ അതിങ്ങനെ സ്കിപ്പ് ചെയ്ത് കാണിക്കുകയാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ അടിച്ചു കഴിഞ്ഞാൽ ഞാൻ അത് അവസാനം കാണിച്ചു തരാം. ഇനി മയിലിൻ്റെ ഫെതേഴ്സ് ഉണ്ടാക്കുകയാണ്. അപ്പോൾ ഇതെന്ന് പറയണത് നീല, പച്ച, മഞ്ഞ, പിന്നെ ഒരു പീക്കോക്ക് ബ്ലൂ കിട്ടുക വെച്ചാൽ അത്രയ്ക്ക് നല്ലത്. ഇല്ല, ഞാൻ അവിടെ ഒരു ആകാശ നീല പോലത്തെ ഒരു ബ്ലൂ ആണ് എടുത്തിരിക്കുന്നത്. ഈ 4 കളറുണ്ട്. പിന്നെ ഓറഞ്ച് ഉണ്ട് കേട്ടോ. ഓറഞ്ച് എടുക്കണമെങ്കിൽ എടുക്കാം, ഞാനത് വിട്ടു പോയതാണ്. അപ്പം ഇങ്ങനെ നമ്മൾ സാധാരണ തയ്യൽ നൂല് ഇതേപോലെ കയ്യിൻ്റെ മുകളിൽ ഇങ്ങനെ ചുറ്റുക, മാറിയിട്ട് ഒക്കെ കൂടിയിട്ട് ഇല കലർത്തിയിട്ട് ഇതേപോലെ ഒരുമിച്ച് ചുറ്റിയിട്ട് ഇതേപോലെ മടക്കിയിട്ട് ഇങ്ങനെ കെട്ടിട്ടിട്ട് നമ്മുടെ ഈ സാരിയുടെ മുകളിലൊക്കെ ഉണ്ടാവില്ലേ, എന്താ അതിന് പറയാമെന്ന് എനിക്കറിയില്ല,
അതേമാതിരി ഇതേപോലെ ഇങ്ങനെ കുഞ്ചലം പോലെ ഇങ്ങനെ കെട്ടി ഞാനൊരു 6 എണ്ണം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഒരു കുഞ്ഞ് മയിലായ കാരണം കൊണ്ടാണ് 6 എണ്ണം. അപ്പോൾ അത് കുഞ്ഞ് ഷേപ്പിൽ തന്നെയാണ് വെട്ടിയെടുക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ കെട്ടണത് മനസ്സിലായി. നമ്മൾ സാധാരണ ഒരു കെട്ടിടണ മാതിരി തന്നെ നൂലുള്ളിൽ കൂടെ എടുത്തിട്ട് ഇങ്ങനെ കെട്ടിയെടുത്തിട്ട് എടുക്കുകയാണ്. അപ്പോൾ അതെ, ഇതാണ് ഒരെണ്ണം. അങ്ങനെ ഞാൻ 6 എണ്ണം. അപ്പോൾ എൻ്റെ ഒരു കൈയിൻ്റെ വലിപ്പം അനുസരിച്ചിട്ട് എനിക്കിതിന്ന് 2 എണ്ണം കിട്ടിയിട്ടുണ്ട്. അതായത് ഒരു ചുറ്റല്ല, എല്ലാ ഇതും കൂടിയിട്ട് ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് 2 എണ്ണം കിട്ടും. അങ്ങനെ 6 എണ്ണം ഉണ്ടാക്കുക. എന്നിട്ട് നൂലുകളൊക്കെ ഇതേപോലെ ഇങ്ങനെ പിച്ച് ചീന്തി, അതായത് ഇങ്ങനെ ചീന്തി ഒറ്റയ്ക്ക് കൈ കൊണ്ട് തന്നെ ഇതേപോലെ ഒറ്റയ്ക്ക് ആക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ഇങ്ങനെ പരന്നിട്ടിരിക്കും. എന്നിട്ട് അത് നല്ല ഷേപ്പിൽ അടിവശം ഒന്ന് ഷേപ്പാക്കിയിട്ട് വെട്ടി കൊടുക്കുക. അപ്പോൾ ഇതേപോലത്തെ ഒരു കുഞ്ചലം പോലത്തെ സാധനം കിട്ടും. അങ്ങനെ ഒരു 6 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് നമ്മുടെ നീലമയിലിന്, അതേപോലെ നമ്മുടെ വെള്ളമയിലിന് വേണ്ടിയിട്ട് വെള്ള നൂല് മാത്രം ഉപയോഗിക്കുകയാണ്. ഇത് സിൽക്ക് ത്രെഡ് കൊണ്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. എൻ്റെ സിൽക്ക് ത്രെഡ് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവില്ല, എൻ്റെ കയ്യിലും ഇല്ല. അത് കാരണം കൊണ്ടാണ് നമ്മുടെ സാധാരണ തയ്യൽ നൂല് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ഞാനിവിടെ അടിയിൽ നിന്ന് ഒട്ടിച്ചു തുടങ്ങുകയാണ്. എങ്കിൽ ആ ഒരു ഫെദറിൻ്റെ ഒരു തട്ട് പോലെ നമുക്ക് കിട്ടുള്ളൂ. അടിയിൽ നിന്ന് ഒട്ടിക്കുകയാണ്. ഇതേപോലെ അടിയിലത്തെ ഫെദേഴ്സൊക്കെ ഒട്ടിച്ചതിന് ശേഷം മുകളിലേക്ക് കൊടുക്കാൻ പാടുള്ളൂ. അങ്ങനെ നീലമയിൽ ഫുള്ളും അതിൻ്റെ ഫെദേഴ്സ് ഫുള്ളും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അതേപോലെ തന്നെ വെള്ളമയിലിൻ്റെ ഫെദേഴ്സും ഫുള്ളും ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതേ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നീലയും വെള്ളയൊക്കെ വന്നപ്പോൾ ഒരു നമ്മളെന്തായാലും ചെയ്യുമ്പോൾ ഒരു പരീക്ഷണം പോലെ ചെയ്ത് നോക്കിയതാണ്. പക്ഷെ ഒരു എഫക്റ്റ് ഉണ്ടല്ലേ, ഒറിജിനാലിറ്റി ഒരു എഫക്റ്റ് തോന്നുന്നുണ്ട് നമുക്ക്. എന്നിട്ട് അതിൻ്റെ പീക്കോക്കിൻ്റെ കണ്ണൊക്കെ ഉണ്ടാവില്ലേ, മയിലിൻ്റെ കണ്ണിനൊക്കെ ഞാനിവിടെ നമ്മുടെ 3D ഔട്ട്ലൈനർ ഇല്ലേ, അതുകൊണ്ട് ഗോൾഡൻ കളറ് 3D ഔട്ട്ലൈനർ കൊണ്ട് ഞാൻ ജസ്റ്റ് ഇതേപോലെ ഒരു മുട്ട ഷേപ്പിൽ, അതായത് ഒരു ഓവൽ ഷേപ്പിൽ ഇങ്ങനെ വരച്ചു കൊടുക്കുകയാണ്. അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇന്ന സ്ഥലമൊന്നുമില്ല. അങ്ങനെ നീലമയിലിന് കൊടുക്കുകയാണ്. ഇത് പറയണത് ഗ്ലാസ് ലൈനറാണ്, മെറ്റാലിക് സിൽവർ കളർ ഗ്ലാസ് ലൈനർ കൊണ്ട് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്. വെള്ളമയിലിൻ്റെ മുകളിലും ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കണ്ണുകളും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടേത് ഏതാണ്ടൊക്കെ ഒരുവിധം ഫിനിഷിംഗ് ആയി. അപ്പോൾ ഇതാണ് നമ്മുടെ ബോട്ടിൽ ആർട്ട് എന്ന് പറയണത്. എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു കോട്ട് വാർണിഷ് അടിച്ചു കൊടുക്കുക. അപ്പം ഇത് തീരെ നാശാവില്ല എന്നല്ല, ഒരു ഗ്ലോസ് ലുക്കും കൂടെ കിട്ടുമ്പോൾ നമ്മുടെ കുപ്പി വേറെ ലെവലായി. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ള ബോട്ടിൽ ആർട്ട്. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു.